ആകാശവാണി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്തുകളിലൊന്നാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. കേവലം ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ തകർക്കുക മാത്രമല്ല, മറിച്ച് ഒരു കുടുംബത്തിന്റെ തകർച്ചയ്ക്കും സമൂഹത്തിലെ കുറ്റകൃത്യങ്ങളുടെ വർധനയ്ക്കും ഇത് കാരണമാകുന്നു. രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് ഏറെ പ്രധാനമാണ്. രാഷ്ട്രത്തെ നയിക്കേണ്ട യുവത മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടാൽ ആ രാഷ്ട്രത്തിന്റെ പുരോഗതി അസാധ്യമാകും. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ജനകീയ മുന്നേറ്റമാണ് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ. നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന മാതൃപദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഒരു ഉപവിഭാഗമാണിത്. വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ യുവശക്തി ലഹരിമുക്തവും ഊർജ്ജസ്വലവുമായിരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യുവാക്കളെ കേവലം ഗുണഭോക്താക്കളായല്ല, മറിച്ച് ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ മുൻനിര നായകന്മാരായാണ് ഇതിൽ അണിനിരത്തുന്നത്. ലഹരിമുക്തമായ ഒരു യുവതയ്ക്ക് മാത്രമേ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവാണ് ഈ പദ്ധതിയുടെ ആണിക്കല്ല്. രാജ്യത്തെ ലഹരിയുടെ വിതരണ ശൃംഖല തകർക്കുന്നതിനൊപ്പം വ്യക്തികളിൽ ലഹരിയോടുള്ള താല്പര്യം ഇല്ലാതാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന മാരകമായ ശാരീരിക, മാനസിക, സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുക. പദ്ധതിയെ വെറുമൊരു സർക്കാർ പരിപാടിയായി ഒതുക്കാതെ സ്ത്രീകളെയും യുവാക്കളെയും NGOകളെയും ഉൾപ്പെടുത്തി ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുക. ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് കൃത്യമായ ചികിത്സയും മാനസിക പിന്തുണയും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. विकसित भारत संकल्प अभियान के लिए नशा मुक्त युवा, इस मूवमेंट का नाम ही इसके संकल्प को स्पष्ट करता है, क्योंकि आज जब देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो और ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर ही रहे, दूर हो. यही इस अभियान का उद्देश्य है. नशा केवल शरीर को नुकसान नहीं पहुंचाता, नशा एक मां की मुस्कान छीन लेता है. नशा एक पिता के सपनों को चूर चूर कर देता है. और जब परिवार में, समाज में ऐसा होता है और कहीं न कहीं राष्ट्र की शक्ति भी कमजोर पड़ जाती है. और इसलिए हमें हर एक युवा को नशे के चुंगल में फंसने से बचाना है. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വരുന്ന 100 ആഴ്ചകളിൽ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രചാരണം തുടരുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ലഹരി വിരുദ്ധ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തുന്നതിനായി എല്ലാ ഞായറാഴ്ചകളിലും കല, സംസ്കാരം, കായികം, ധ്യാനം, ആത്മീയത, സേവനം എന്നിവ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്നും അറിയിച്ചു. കോളേജുകളിലെയും സർവകലാശാലകളിലെയും അധ്യാപകർ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളുമായി സംസാരിക്കണമെന്നും ക്യാമ്പസുകളിലെ ലഹരിക്കെതിരായ ഈ ശ്രമങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യമെമ്പാടുമുള്ള 10,000-ത്തിലധികം കേന്ദ്രങ്ങളിൽ നിന്നായി വൻ യുവജന പങ്കാളിത്തം ചടങ്ങിലുണ്ടായിരുന്നു. മൈ ഭാരത് വോളണ്ടിയർമാർ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ലധികം ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളെ ഉൾപ്പെടുത്തി പ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തുകയും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു.
ഈ പദ്ധതി വഴി ഇതുവരെ രാജ്യത്തെ കോടിക്കണക്കിന് വ്യക്തികളിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. തെരുവ് നാടകങ്ങൾ, മാരത്തോണുകൾ, ചിത്രരചനാ മത്സരങ്ങൾ, സ്പോർട്സ് മീറ്റുകൾ എന്നിവയിലൂടെ ജനങ്ങളെ ലഹരിക്കെതിരെ ഒരുമിച്ച് നിർത്താൻ പദ്ധതിയിലൂടെ സാധിക്കുന്നു. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് സമൂഹത്തിന്റെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. അതിനാൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും തന്നെ ആരംഭിക്കണം. കുട്ടികളുടെ ലഹരി ഉപയോഗം സാമൂഹിക ഭയം കാരണം ഒളിച്ചുവെക്കാതെ തുറന്ന് സംസാരിക്കാനും ചികിത്സ തേടാനും മാതാപിതാക്കൾ തയ്യാറാകണം. കുട്ടികളുടെ ലഹരി ഉപയോഗം തടയുന്നതിൽ മാതാപിതാക്കളുടെ പങ്കിനെക്കുറിച്ചും ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചും തിരുവനന്തപുരം ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബിജി ബി ആകാശവാണിയോട്. സാമൂഹ്യവൽക്കരണത്തിന്റെ അനിവാര്യ ഘടകങ്ങളായ സംരക്ഷണം, പരസ്പര വൈകാരിക ബന്ധം, നിയന്ത്രണം, ഗൈഡൻസ്, സാമൂഹ്യമായ ഇടപെടലുകൾ, ഗ്രൂപ്പ് പങ്കാളിത്തം ഇവയെല്ലാം തന്നെ ആരംഭിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗം കുട്ടികളെ പ്രതിരോധിക്കുന്നതിൻ്റെ ആദ്യപടി കുടുംബത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമുള്ള ബന്ധങ്ങൾ കുടുംബത്തിനുള്ളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ശക്തമായ വൈകാരിക ബന്ധമുള്ള കുടുംബങ്ങൾ കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് അഥവാ പിന്തുണ നൽകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് ലഹരിയിലേക്ക് തിരിയാനുള്ള സാധ്യത കുറയ്ക്കുന്നു. രണ്ടാമതായി മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. സ്വയം സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കുകയും പക്വതയോടെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ആശയവിനിമയം നടത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ലഹരി മരുന്നുകൾ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ലൊരു മാതൃകയാവുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി കുടുംബത്തിൻ്റെ ഘടന. കൃത്യമായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളുമുള്ള കുടുംബ അന്തരീക്ഷവും കുട്ടികൾക്ക് സുരക്ഷിതത്വവും കുടുംബത്തിനകത്ത് അവരുടെ പങ്കിനെക്കുറിച്ചുള്ള അവബോധവും ഉണ്ടാക്കുന്നു. കുടുംബാംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പരിഹാരങ്ങളെയും കുറിച്ചുള്ള കൂട്ടായ ചർച്ചകൾ കുടുംബത്തിനുള്ളിൽ നടത്തുന്നത് വഴി കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ വീടുകളിൽ വന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നതായിരിക്കും. ലഹരി ഉപയോഗിക്കുന്നതിനെതിരെയുള്ള വ്യക്തമായ കുടുംബ മൂല്യങ്ങളും നിലപാടുകളും കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. നാലാമതായി സമ്മർദ്ദം അതിജീവിക്കാനുള്ള നല്ല വഴികളും ക്രിയാത്മകമായ ഹോബികളും കുടുംബത്തിനുള്ളിൽ ഉണ്ടായിരിക്കണം. കുടുംബത്തിൽ ലഹരിയോ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ഉള്ള ചരിത്രം, കുടുംബത്തിലെ വഴക്കുകൾ, തകർച്ച അല്ലെങ്കിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം, കുട്ടികളിലുണ്ടാകുന്ന ശ്രദ്ധക്കുറവ്, അച്ചടക്കമില്ലായ്മ, ആശയവിനിമയമില്ലായ്മ, സുരക്ഷിതമല്ലാത്ത ബന്ധങ്ങൾ, സ്നേഹമുള്ള മുതിർന്നവരുടെ അഭാവം, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുടുംബാംഗങ്ങൾ, കുട്ടികൾ, ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്ന കുട്ടികൾ ഇവയെല്ലാം തന്നെ കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. ഫലപ്രദമായ പേരന്റിംഗ് രീതികൾ ഉണ്ടെങ്കിൽ ലഹരി ഉപയോഗം കുട്ടികളെ പ്രതിരോധിക്കാൻ സാധിക്കും. തുറന്ന ആശയവിനിമയവും ശ്രദ്ധയോട് കേൾക്കുന്നതും വഴി കുട്ടികൾക്ക് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കാൻ കഴിയും. ലഹരി ഉപയോഗം കുട്ടിയിൽ കണ്ടാൽ ആദ്യം തന്നെ മാതാപിതാക്കൾ ശാന്തത പാലിക്കുകയാണ് വേണ്ടത്. ആരോപണങ്ങളോ തർക്കങ്ങളോ ഒഴിവാക്കണം. ലഹരി ആസക്തിയെക്കുറിച്ചും സ്വയം മനസ്സിലാക്കണം. കാരുണ്യത്തോടെ സംസാരിക്കണം. ലഹരി മുക്തിക്കുള്ള ചികിത്സയ്ക്കും പ്രൊഫഷണൽ കൗൺസിലിങ്ങിനും അവരെ പ്രേരിപ്പിക്കുക. ലഹരി വിമുക്തിക്കായി കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കി വരുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് പാർപ്പിട സൗകര്യത്തോടെയുള്ള ചികിത്സയും കൗൺസിലിംഗും നൽകുന്ന ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, ലഹരി ഉപയോഗിക്കുന്ന പ്രാരംഭ ഘട്ടത്തിലുള്ളവരെ കണ്ടെത്തി സ്ക്രീനിങ്ങും കൗൺസിലിംഗും നൽകുന്ന കേന്ദ്രങ്ങൾ, യുവാക്കളായ വോളണ്ടിയർമാരുടെ സഹായത്തോടെ കൗമാരപ്രായക്കാരിലെ ലഹരി ഉപയോഗം നേരത്തെ കണ്ടെത്തുകയും തടയുകയും ചെയ്യുന്ന കമ്മ്യൂണിറ്റി പിയർ ലെഡ് ഇന്റർവെൻഷൻ, സർക്കാർ ആശുപത്രികളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്നിവ ഇതിന്റെ പ്രധാന ഘടകങ്ങളാണ്. ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾക്കും കൗൺസിലിംഗിനുമായി ഭാരത സർക്കാർ 14446 എന്ന ദേശീയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ സംസ്ഥാന സർക്കാരുകൾ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിനേറ്റവും മികച്ച ഉദാഹരണമാണ് കേരള പോലീസും എക്സൈസും ചേർന്ന് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തുഫാൻ ദി നാർക്കോ ഹണ്ട്. ലഹരി മാഫിയയുടെ വേരെറുക്കാനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതിയാണിത്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം
സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും ഈ ദൗത്യം ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്തെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നടപ്പാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് നമുക്കറിയാം, യുവസമൂഹം കടുത്ത വെല്ലുവിളി നേരിടുന്നു. മയക്കുമരുന്നിന്റെ അടിമകളായി നമ്മുടെ കുട്ടികൾ മാറരുത് എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തുഫാൻ എന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഓപ്പറേഷൻ തുഫാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്, ഈ നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. പദ്ധതിയുടെ ഭാഗമായി ജയിലുകളിലും മറ്റു പ്രധാന കേന്ദ്രങ്ങളിലും വ്യാപക പരിശോധനകളാണ് നടന്നുവരുന്നത്. അന്തർ സംസ്ഥാന ലഹരി മാഫിയയെ തകർക്കുന്നതിനായി മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാരുമായി സംയുക്ത പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ സർവെയിലൻസ് സംവിധാനവും സജ്ജമാക്കുന്നുണ്ട്. ലഹരി ഉപയോഗമോ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം 9995966666 എന്ന വാട്സപ്പ് നമ്പറിലോ 949794979277 എന്നീ നമ്പറുകളിൽ നേരിട്ട് വിളിച്ചോ അറിയിക്കാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. തൂഫാൻ നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യയുടെ വാക്കുകളിലേക്ക്. കേരളത്തെ ലഹരിമുക്ത നാടായി മാറ്റാൻ വേണ്ടി ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ലഹരി വിതരണം ചെയ്യുന്ന ആൾക്കാർ, ലഹരിയുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ അവർക്ക് റീഹാബിലിറ്റേഷനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ഇതിനകത്ത് ഭാഗമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ പങ്കാളിത്തമില്ലാതെ ഒരു ലഹരി വിമുക്ത കേരളത്തിന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് ഈ വലിയ ദൗത്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഭാഗമാവുക. നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടി, ഡ്രഗ് വിമുക്ത കേരളത്തിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. പദ്ധതിക്ക് ജനപ്രിയ മുഖം നൽകാൻ വലിയ തോതിലുള്ള സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഈ ദൗത്യത്തിന്റെ ആദ്യ തൂഫാൻ വാരിയറായി കൈകോർത്തിരിക്കുന്നു. ശ്രീ മോഹൻലാലിന്റെ വാക്കുകളിലേക്ക്. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ലഹരി ഉപയോഗിക്കുന്നവരോട് സ്നേഹപൂർവ്വം പറയുകയാണ്, പ്ലീസ് നിർത്തിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി. ഈ വിഷം വിൽക്കാൻ കൂട്ടു നിൽക്കുന്നവരെ നിങ്ങളോടാണ്, ഡോണ്ട് ഡു ഇറ്റ്, ബെറ്റർ സ്റ്റോപ്പ് നൗ. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിൽ ഞാനും തൂഫാൻ വാരിയറാണ്. നമുക്കൊന്നിച്ച് ലഹരി മാഫിയകളുടെ വേരുകൾ അറക്കാം. നല്ലൊരു നാളേക്കായി കൈപോർക്കാം. ബി എ ഹീറോ, സേ നോട്ട് ടു ഡ്രഗ്സ്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും കായിക താരങ്ങളും സാംസ്കാരിക സംഘടനയായ മാക്ടയും ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാണ്. ലഹരിയില്ലാത്തൊരു സമൂഹത്തിന് മാത്രമേ സന്തോഷവും സമാധാനവുമുള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കും. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും കൈകോർത്ത് പ്രവർത്തിച്ചാൽ ലഹരി എന്ന വിപത്തിനെ രാജ്യത്ത് നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കാനും വരും തലമുറയ്ക്ക് സുരക്ഷിതവും ആരോഗ്യപൂർണവുമായ ഒരു ഭാവി സമ്മാനിക്കാനും നമുക്ക് സാധിക്കും. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം സുധിൻ സൈനുദ്ദീൻ.